തെരഞ്ഞെടുപ്പ് പ്രചാരണം ചർച്ച ചെയ്യാൻ KPCC നേതൃയോഗം തുടങ്ങി. CAA വിരുദ്ധ സമരങ്ങളും ചർച്ചയാകും. കെ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായ പശ്ചാത്തലത്തിൽ KPCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഇന്ന് MM ഹസന് കൈമാറും. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്തൊക്കെയാണ് നേതൃയോഗം പ്രധാനമായും ചർച്ച ചെയ്യുക? അതായത് വേണു, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തന്നെയാണ് യോഗം വിലയിരുത്തുന്നത്. ഏതൊക്കെ തരത്തിൽ പ്രചരണം നടത്തണം, പ്രാദേശിക തലത്തിലുള്ള വിന്യാസങ്ങളുടെ വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള രീതിയിൽ ഇടപെടണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശവും നേതൃത്വം നൽകും. ഇതിനൊപ്പം തന്നെ നിർണായകമായ CAA വിഷയത്തിലുള്ള തുടർ പ്രക്ഷോഭങ്ങൾ KPCC യോഗം വിലയിരുത്തും. പ്രത്യേക അജണ്ടയാണ് ഈ വിഷയം യോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിലുള്ള തുടർ പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും. LDFുമായി അല്ലെങ്കിൽ സർക്കാരുമായി ഒരു യോജിച്ചൊരു പ്രക്ഷോഭത്തിന് നിലവിൽ ഒരുങ്ങേണ്ട എന്നാണ് KPCCയുടെ ധാരണ. പക്ഷേ ലീഗിലെ ഒരു വിഭാഗത്തിന് യോജിച്ചൊരു പ്രക്ഷോഭം നടത്തണമെന്ന ആവശ്യമുണ്ട്. എന്തായാലും യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. കഴിഞ്ഞ ദിവസം UDF കൺവീനർ 24നോട് വ്യക്തമാക്കിയത് യോജിച്ചൊരു പ്രക്ഷോഭത്തിന് ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒപ്പം തന്നെ കെ സുധാകരൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ MM ഹസൻ KPCCയുടെ താൽക്കാലിക അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും. എന്തായാലും യോഗം അല്പസമയം മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നേതാക്കളെല്ലാം തന്നെ യോഗത്തിന് എത്തിയിട്ടുണ്ട്. KPCC ഭാരവാഹികളും ഒപ്പം DCC അധ്യക്ഷന്മാരും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിലുണ്ട്. വേണു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്.